ഹായ് എവരിവൺ, എല്ലാവർക്കും സൈലം SSC RRB ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പോൾ ലാലേട്ടൻ പറഞ്ഞ പോലെ നാർക്കോട്ടിക്സ് ഈസ് എ ഡേർട്ടി ബിസിനസ് എന്നൊരു ഡയലോഗിന്റെ പിൻബലത്തോടു കൂടിയാണ് നമ്മൾ ഇന്നത്തെ ഒരു ഡിസ്കഷൻ മുന്നോട്ടേക്ക് കൊണ്ടുപോകാൻ ശ്രമിക്കുന്നത്. ജനറൽ സയൻസിലെ ഒരു ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കാണ് കെമിസ്ട്രി ഇൻ എവരിഡേ ലൈഫ് എന്നുള്ളത്, നിത്യജീവിതത്തിലെ രസതന്ത്രം. അതിലെ തന്നെ ഒരു ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കാണ് ഡ്രഗ്സ് എന്ന് പറയുന്നത്. ഡ്രഗ്സ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം, നമ്മുടെ ചുറ്റും ഒരുപാട് മൈക്രോ ഓർഗാനിസംസ് ഉണ്ട് അല്ലേ? ബാക്ടീരിയ, വൈറസ്, ഫംഗസ്, ഇങ്ങനെ നമുക്ക് കണ്ണുകൊണ്ട് കാണാൻ സാധിക്കാത്ത ഒരുപാട് തരത്തിലുള്ള മൈക്രോ ഓർഗാനിസംസ് ഉണ്ട്. അപ്പോൾ അവയൊക്കെ കാരണം നമ്മുടെ ഹ്യൂമൻസിനാവട്ടെ ആനിമൽസിനാവട്ടെ ഒരുപാട് അസുഖങ്ങൾ ഇങ്ങനെ വരാറുണ്ട്. അങ്ങനെ വരുന്ന അസുഖങ്ങൾക്കെതിരെ നമ്മൾ എടുക്കുന്ന കെമിക്കൽ സബ്സ്റ്റൻസുകളെയാണ് നമ്മൾ ഡ്രഗ്സ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഈ ഡ്രഗ്സിന്റെ ക്ലാസിഫിക്കേഷൻ, അതുപോലെ തന്നെ ഓരോ ക്ലാസിഫിക്കേഷനിലും അടങ്ങിയിരിക്കുന്ന എക്സാമ്പിളുകൾ, ഇവയൊക്കെ സ്ഥിരമായിട്ട് കോമ്പറ്റേറ്റീവ് എക്സാമുകളിൽ ചോദിക്കാറുണ്ട്. അപ്പോൾ അവയെ പറ്റിയാണ് ഇന്നത്തെ ഒരു ഡിസ്കഷൻ മുന്നോട്ടേക്ക് കൊണ്ടുപോകുന്നത്. അപ്പോൾ ആദ്യത്തെ ക്ലാസിഫിക്കേഷൻ നമുക്ക് നോക്കാം. അനാൾജസിക്സ് എന്ന് പറയുന്നതാണ് ആദ്യത്തെ ടൈപ്പ് ഓഫ് ക്ലാസിഫിക്കേഷൻ. സോ ഈ അനാൾജസിക്സ് എന്ന ഗ്രൂപ്പിൽ പെടുന്ന ഡ്രഗ്സ് കാണിക്കുന്ന പൊതുവായിട്ടുള്ള സ്വഭാവം എന്താണെന്ന് നമുക്ക് നോക്കാം. അനാൾജസിക്സ് റെഡ്യൂസ് ഓർ അബോളിഷ് പെയിൻ, വേദനയെ കുറയ്ക്കാൻ അല്ലെങ്കിൽ വേദനയെ നിർത്താൻ വേണ്ടി ഉപയോഗിക്കുന്ന ടൈപ്പ് ഓഫ് ഡ്രഗ്സിനെയാണ് നമ്മൾ അനാൾജസിക്സ് എന്ന ക്ലാസിഫിക്കേഷനിലേക്ക് കൊണ്ടുവരുന്നത്. അനാൾജസിക്സിൽ തന്നെ രണ്ട് തരത്തിലുള്ള ക്ലാസിഫിക്കേഷൻ ഉണ്ട്. നോൺ നാർക്കോട്ടിക് അനാൾജസിക്സും അതുപോലെ തന്നെ നാർക്കോട്ടിക് അനാൾജസിക്സും, അല്ലെങ്കിൽ നാർക്കോട്ടിക് ഡ്രഗ്സ് എന്ന് നമ്മൾ വിളിക്കും. ഈ നോൺ നാർക്കോട്ടിക് അനാൾജസിക്സ് എന്ന് പറയുമ്പോൾ ആ പേര് തന്നെ ഉണ്ട്, നോൺ അഡിക്റ്റീവ് ആയിട്ടുള്ള, അതായത് അഡിക്ഷൻ ഇല്ലാത്ത തരത്തിലുള്ള ഡ്രഗ്സിനെയാണ് നമ്മൾ നോൺ നാർക്കോട്ടിക് അനാൾജസിക്സ് എന്ന് പറയുന്നത്. അതിൻ്റെ ഒരു എക്സാമ്പിൾ ഉണ്ട്, ഫേമസ് ആയിട്ടുള്ള എക്സാമ്പിൾ ഉണ്ട്. ആസ്പിരിൻ എന്ന് പറയുന്ന ഡ്രഗാണ് നോൺ നാർക്കോട്ടിക് അനാൾജസിക്സിൻ്റെ ഒരു എക്സാമ്പിൾ. ആസ്പിരിനെ നമ്മൾ അസറ്റൈൽ സാലിസിലിക് ആസിഡ് എന്നും വിളിക്കും. അപ്പോൾ കൂടെ ഇതുകൂടി പഠിച്ചു പോവുക. അസറ്റൈൽ സാലിസിലിക് ആസിഡ് എന്നറിയപ്പെടുന്നതും ആസ്പിരിൻ എന്ന് അറിയപ്പെടുന്നു ഒരേ സാധനം തന്നെയാണ്. ആസ്പിരിൻ എന്ന് പറയുന്നത് നോൺ നാർക്കോട്ടിക്, നോൺ അഡിക്റ്റീവ് ആയിട്ടുള്ള അനാൾജസിക്കുകളാണ്. സോ ആ എക്സാമ്പിൾ കൃത്യമായിട്ട് ഓർത്തിരിക്കുക. ഇത് തന്നെയായിരിക്കും എക്സാമ്പിൾ ചോദിക്കാൻ പോകുന്നത്. ഇനി നാർക്കോട്ടിക് എന്ന് പറയുമ്പോൾ അഡിക്ഷൻ ഉണ്ടാക്കുന്ന തരത്തിലുള്ള അനാൾജസിക്കാണ് നാർക്കോട്ടിക് ഡ്രഗ്സ് അല്ലെങ്കിൽ നാർക്കോട്ടിക് അനാൾജസിക്സ് എന്ന് പറയുന്നത്. അതിൻ്റെ ഫേമസ് ആയിട്ടുള്ള എക്സാമ്പിളാണ് മോർഫിൻ. മോർഫിൻ ഇങ്ങനെ സ്ഥിരമായിട്ട് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അഡിക്ഷൻ ഉണ്ടാക്കും. അങ്ങനെയുള്ള ടൈപ്പ് ഓഫ് നാർക്കോട്ടിക് ഡ്രഗാണ് മോർഫിൻ എന്ന് പറയുന്നത്. അപ്പോൾ അത് കിട്ടിയില്ലേ, അനാൾജസിക്സ് കിട്ടിയില്ലേ. അടുത്ത ടൈപ്പ് ഓഫ് ക്ലാസിഫിക്കേഷനിലേക്ക് പോവാം, ആൻറ്റിബയോട്ടിക്സ്. നിങ്ങൾ കഴിച്ചിട്ടുണ്ടാവാൻ സാധ്യതയുള്ള ടൈപ്പ് ഓഫ് ഡ്രഗ്സ് ആണ് ആൻറ്റിബയോട്ടിക്സ് എന്ന് പറയുന്നത്. അലക്സാണ്ടർ ഫ്ലെമിംഗ് എന്നൊരു പേര് കൃത്യമായിട്ട് ഇവിടെ നോട്ട് ചെയ്ത് വെക്കേണ്ടതാണ്. ആൻറ്റിബയോട്ടിക്സ് എന്ന് പറയുമ്പോൾ അലക്സാണ്ടർ ഫ്ലെമിങ്ങിനെയും നമ്മൾ ഓർത്തിരിക്കണം. അലക്സാണ്ടർ ഫ്ലെമിംഗ് ആണ് ഫേമസ് ആയിട്ടുള്ള പെനിസിലിൻ എന്നുള്ളൊരു ആൻറ്റിബയോട്ടിക് ഡിസ്കവർ ചെയ്തത്. അദ്ദേഹം ഡിസ്കവർ ചെയ്ത ഇയർ എന്ന് പറയുന്നത് 1929 ആണ്. പെനിസിലിൻ ഡിസ്കവർ ചെയ്തത് അലക്സാണ്ടർ ഫ്ലെമിംഗ് ആണ്. അതുപോലെ തന്നെ ആൻറ്റിബയോട്ടിക്സിലും രണ്ട് ടൈപ്പ് ഓഫ് ക്ലാസിഫിക്കേഷൻ ഉണ്ട്. ബാക്ടീരിയോസൈഡൽ, ബാക്ടീരിയോസ്റ്റാറ്റിക് എന്ന് പറയും. അതായത് മൈക്രോ ഓർഗാനിസം ആയ ബാക്ടീരിയ കാരണം ഒരുപാട് അസുഖങ്ങൾ വരാറുണ്ട്. അപ്പോൾ ആൻറ്റിബയോട്ടിക്സ് എന്ന് പറയുമ്പോൾ ഒന്നുകിൽ ബാക്ടീരിയോസൈഡൽ ആയിരിക്കും, അല്ലെങ്കിൽ ബാക്ടീരിയോസ്റ്റാറ്റിക് ആയിരിക്കും. എന്താണ് ബാക്ടീരിയോസൈഡൽ എന്ന് പറഞ്ഞാൽ? സൈഡൽ എന്ന് പറഞ്ഞാൽ കില്ലിംഗ് എഫക്റ്റ് ഉണ്ടാക്കുന്ന ടൈപ്പ് ഓഫ് ആൻറ്റിബയോട്ടിക്കുകളാണ് നമ്മൾ ബാക്ടീരിയോസൈഡൽ എന്ന് പറയുന്നത്. അതായത് ബാക്ടീരിയകളെ മുഴുവൻ നശിപ്പിച്ച് കളയും, കില്ല് ചെയ്ത് കളയും. അങ്ങനെയുള്ള ടൈപ്പ് ഓഫ് ആൻറ്റിബയോട്ടിക് ആണ് ബാക്ടീരിയോസൈഡൽ എന്ന് പറയുന്നത്. എന്നാൽ ബാക്ടീരിയോസ്റ്റാറ്റിക് എന്ന് പറയുമ്പോൾ അവയുടെ വളർച്ചയെ നിർത്തിക്കളയുന്ന, അതിൻ്റെ സെൽ ഗ്രോത്തിനെ നിർത്തിക്കളയുന്ന ടൈപ്പ് ഓഫ് ആൻറ്റിബയോട്ടിക്കുകളാണ് നമ്മൾ ബാക്ടീരിയോസ്റ്റാറ്റിക് എന്ന് പറയുന്നത്. ഇതിലെ എക്സാമ്പിൾ നമുക്ക് പരിശോധിക്കാം. ബാക്ടീരിയോസൈഡൽ എന്ന് പറയുമ്പോൾ ബാക്ടീരിയകളെ നശിപ്പിച്ച് കളയുന്ന ടൈപ്പ് ഓഫ് ആൻറ്റിബയോട്ടിക്കിൻ്റെ എക്സാമ്പിളുകളാണ് പെനിസിലിൻ, അമിനോഗ്ലൈക്കോസൈഡ്, അതുപോലെ തന്നെ ഒഫ്ലോക്സാസിൻ. ഈ മൂന്ന് പേരുകൾ ഓർത്തിരിക്കുക ബാക്ടീരിയോസൈഡൽ എന്ന ക്ലാസിഫിക്കേഷൻ. ഇനി ബാക്ടീരിയോസ്റ്റാറ്റിക്കിലേക്ക് വരുന്നവരെ മൂന്ന് എക്സാമ്പിളുകളുണ്ട്. എറിത്രോമൈസിൻ, ടെട്രാസൈക്ലിൻ, അതുപോലെ തന്നെ ക്ലോറാംഫാനിക്കോൾ. ഈ മൂന്ന് എക്സാമ്പിളാണ് ബാക്ടീരിയോസ്റ്റാറ്റിക്കുള്ളത്. ഇനി ഇതെങ്ങനെ ഓർത്ത് വെക്കുന്നുള്ളതിന് ടെൻഷൻ വേണ്ട, നമുക്കൊരു കോഡിലൂടെ ഓർത്തിരിക്കുക. കാരണം കോമ്പറ്റേറ്റീവ് എക്സാമ്പിൾ നമുക്കറിയാം, നമുക്ക് ചിന്തിക്കാനുള്ള സമയം പോലും ഇല്ല. നമ്മൾ ആ ക്വസ്റ്റ്യൻ കാണുന്നവരെ തന്നെ ആ ഒരു ട്രിക്ക് അപ്പോൾ തന്നെ കത്തണം. അങ്ങനെ ഒരു ട്രിക്ക് നമുക്ക് ഓർത്തിരിക്കാം. ബാക്ടീരിയോസൈഡൽ എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ഓർത്തിരിക്കാം, സൈഡിൽ പെന്നോഫാമിന എന്ന് ഓർത്തിരിച്ചാൽ മതി. ബാക്ടീരിയോസൈഡൽ, സൈഡിൽ പെന്നോഫാമിന. അപ്പോൾ സൈഡിൽ എന്നുള്ളൊരു പദത്തിൽ നിന്ന് സൈഡൽ എന്നൊരു ഐഡിയ കിട്ടും. പെന്നോഫാമിന എന്നുള്ളതിൽ പെന്നിൽ നിന്ന് പെനിസിലിൻ എന്നുള്ള എക്സാമ്പിൾ കിട്ടും. അതുപോലെ തന്നെ ഓഫ് എന്നുള്ളതിൽ നിന്ന് ഒഫ്ലോക്സാസിൻ എന്നുള്ള എക്സാമ്പിൾ കിട്ടും. അതുപോലെ തന്നെ ആമിന എന്നുള്ളതിൽ നിന്ന് അമിനോഗ്ലൈക്കോസൈഡ് എന്നുള്ള എക്സാമ്പിൾ കിട്ടും. അങ്ങനെ മൂന്ന് എക്സാമ്പിളുകൾ നമുക്ക് ബാക്ടീരിയോസൈഡിൽ നിന്ന് ഈ ട്രിക്കിലൂടെ ഓർത്തിരിക്കാം. ഇനി ബാക്ടീരിയോസ്റ്റാറ്റിക് എന്ന് പറയുമ്പോൾ ടെക് എന്ന് ഓർത്തിരിക്കുക, സ്റ്റാറ്റിക്, ടെക്, അങ്ങനെ ഓർത്തിരിക്കുക. ടെക് എന്ന് പറയുമ്പോൾ മൂന്ന് എക്സാമ്പിൾ ഇതിൽ നിന്ന് തന്നെ ഓർത്തിരിക്കാം. T4 tetracycline and E4 erythromycin
ആൻഡ് C for ക്ലോറാംഫെനിക്കോൾ. അങ്ങനെ ഈ 6 എക്സാമ്പിൾ സിമ്പിൾ ട്രിക്കിലൂടെ നമ്മൾ പഠിച്ചു വെച്ചു. ബാക്ടീരിയോസൈഡലിൻ്റെ എക്സാമ്പിളും അതുപോലെ തന്നെ ബാക്ടീരിയോസ്റ്റാറ്റിക്. ഈ സിമ്പിൾ ട്രിക്ക് ഓർത്തിരുന്നാൽ മതി. ഇങ്ങനെ 6 എക്സാമ്പിളും നമുക്ക് കൃത്യമായിട്ട് പഠിച്ചിരിക്കുക. അപ്പോൾ ആൻറ്റിബയോട്ടിക്കും അതിൻ്റെ ഫംഗ്ഷനും അതുപോലെ തന്നെ ക്ലാസിഫിക്കേഷനും നമ്മൾ കൃത്യമായിട്ട് നോട്ട് ചെയ്ത് വെച്ചു. ഇനി അടുത്ത ടൈപ്പ് ഓഫ് ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത് ആൻറ്റിസെപ്റ്റിക് ആൻഡ് ഡിസിൻഫെക്റ്റൻ്റ് എന്ന് പറയുന്നതാണ്. അതായത് മൈക്രോ ഓർഗാനിസത്തിൻ്റെ ഗ്രോത്തിനെ പ്രിവെൻറ്റ് ചെയ്യാൻ നമ്മൾ ഉപയോഗിക്കുന്ന ടൈപ്പ് ഓഫ് ഡ്രഗ്സ് ആണ് ആൻറ്റിസെപ്റ്റിക് എന്നും ഡിസിൻഫെക്റ്റൻസ് എന്നും നമ്മൾ പറയുന്നത്. ഇതിൽ തന്നെ ഒരു വ്യത്യാസമുണ്ട്. ആൻറ്റിസെപ്റ്റിക്സ് എന്ന് പറയുമ്പോൾ നമ്മൾ ലിവിങ് ടിഷ്യൂസിൽ അപ്ലൈ ചെയ്യുന്ന ടൈപ്പ് ഓഫ് ഡ്രഗ്സിനെയാണ് ആൻറ്റിസെപ്റ്റിക്സ് എന്ന് പറയുന്നത്. അതായത് മുറിവൊക്കെ പറ്റിയാൽ നമ്മൾ അപ്ലൈ ചെയ്യുന്നതാണ് ആൻറ്റിസെപ്റ്റിക്സ്. അതിനുള്ള എക്സാമ്പിൾ ഉണ്ട് ടിങ്ചർ ഓഫ് അയഡിൻ, ബിത്യോണൽ, അതുപോലെ തന്നെ നമ്മൾ ഡെയിലി ലൈഫിൽ യൂസ് ചെയ്യുന്ന ഡെറ്റോൾ എന്നൊക്കെ പറയുന്നത് നമ്മുടെ ആൻറ്റിസെപ്റ്റിക്കുകളിന് എക്സാമ്പിൾ ആണ്. കാരണം ഇത് ലിവിങ് ടിഷ്യൂസിലാണ് നമ്മൾ അപ്ലൈ ചെയ്യുന്നത്. എന്നാൽ ഡിസിൻഫെക്റ്റന്റ് എന്ന് പറയുമ്പോൾ ഉദാഹരണത്തിന് ഫിനോൾ എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ തറ തുടയ്ക്കാനൊക്കെ ഉപയോഗിക്കുന്നതാണ്. അത് ലിവിങ് ടിഷ്യൂസിന് ഡയറക്റ്റ് ആയിട്ട് അപ്ലൈ ചെയ്യാൻ പറ്റില്ല. അങ്ങനെ ടൈപ്പ് ഓഫ് ഡ്രഗ്സിനെയാണ് നമ്മൾ ഡിസിൻഫെക്റ്റൻസ് എന്ന് പറയുന്നത്. അതിൻ്റെ ഒരു എക്സാമ്പിൾ ആണ് ഫിനോൾ എന്ന് പറയുന്നത്. ഓർത്തിരിക്കുക, ഡിസിൻഫെക്റ്റന്റിന്റെ എക്സാമ്പിൾ ആണ് ഫിനോൾ എന്ന് പറയുന്നത്. എന്നാൽ ആന്റിസെപ്റ്റിക് എന്ന് പറയുന്നത് ലിവിങ് ടിഷ്യൂസിന് അപ്ലൈ ചെയ്യുന്നതാണ്. അതിൻ്റെ എക്സാമ്പിൾ എന്ന് പറയുമ്പോൾ ടിങ്ചർ ഓഫ് അയഡിൻ, ബിത്യോണൽ, അതുപോലെ തന്നെ ഡെറ്റോൾ എന്നൊക്കെ പറയുന്നതാണ് ആന്റിസെപ്റ്റിക്കുകളിൽ എക്സാമ്പിൾ. ഇനി അടുത്ത ടൈപ്പ് ഓഫ് ക്ലാസിഫിക്കേഷനിലേക്ക് പോവാം. ആന്റാസിഡ്. ആന്റാസിഡ് എന്ന് പറയുമ്പോൾ അസിഡിറ്റി എന്നൊരു കണ്ടീഷനെ പറ്റി നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. അതായത് നമ്മുടെ വയറിൻ്റെ ഉള്ളിൽ കോൺസെൻട്രേറ്റഡ് ഹൈഡ്രോക്ലോറിക് ആസിഡ് ഉൽപ്പാദിക്കപ്പെടുന്നുണ്ട്. ദഹനത്തിന് വേണ്ടി കോൺസെൻട്രേറ്റഡ് ഹൈഡ്രോക്ലോറിക് ആസിഡ് ഉണ്ടാക്കപ്പെടുന്നുണ്ട്. അപ്പോൾ ഈ കോൺസെൻട്രേറ്റഡ് ഹൈഡ്രോക്ലോറിക് ആസിഡിൻ്റെ അളവ് കൂടി വരുന്ന ഒരു അവസ്ഥയിൽ നമുക്ക് ഒരുപാട് പെയിന് ഈ നെഞ്ചിൻ്റെ ഭാഗത്തായിട്ട് അനുഭവപ്പെടും. ആ ഒരു അവസ്ഥയാണ് നമ്മൾ അസിഡിറ്റി എന്ന് പറയുന്നത്. അസിഡിറ്റി കുറയ്ക്കാനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഡ്രഗുകളെയാണ് ആന്റാസിഡുകൾ എന്ന് വിളിക്കുന്നത്. അതിൻ്റെ ഒരു ഫേമസ് എക്സാമ്പിൾ ഉണ്ട് റാനിറ്റിഡിൻ. ഇങ്ങനെയുള്ള എക്സാമ്പിളുകളായിരിക്കും സ്ഥിരമായിട്ട് ചോദിക്കാം. അപ്പോൾ എക്സാമ്പിൾ എന്ന് പറയുന്നത് റാനിറ്റിഡിൻ എന്നുള്ളതാണ് ആന്റാസിഡിൻ്റെ ഫേമസ് ആയിട്ടുള്ള എക്സാമ്പിൾ. അതായത് ഇൻഡൈജഷൻ, ദഹനക്കുറവൊക്കെ വരുമ്പോൾ നമ്മൾ യൂസ് ചെയ്യുന്ന ടൈപ്പ് ഓഫ് ഡ്രഗ്സ് ആണ് ആന്റാസിഡ് എന്ന് പറയുന്നത്. എക്സാമ്പിൾ ഓർത്തിരിക്കുക, റാനിറ്റിഡിൻ. ഇനി അവസാനമായി നമുക്ക് ചർച്ച ചെയ്യാനുള്ളത് ആന്റിപൈററ്റിക്സിനെ പറ്റിയാണ്. അതിനെപ്പറ്റി നമുക്ക് ചർച്ച ചെയ്യാം. അതിനു മുമ്പേ 2 ക്വസ്റ്റ്യൻസ് നമുക്ക് ചെയ്ത് നോക്കാം. ആദ്യത്തെ ക്വസ്റ്റ്യൻ നോക്കുക, വിച്ച് ഓഫ് ദ ഫോളോയിങ് ടൈപ്സ് ഓഫ് മെഡിസിൻസ് ആർ യൂസ്ഡ് ഫോർ ട്രീറ്റിംഗ് ഇൻഡൈജഷൻ? നമ്മളിപ്പോൾ പറഞ്ഞേ ഉള്ളൂ, ഇൻഡൈജഷൻ, ദഹനക്കുറവിന് വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന ടൈപ്പ് ഓഫ് ഡ്രഗ് എന്ന് പറയുന്നത് ആന്റാസിഡ് ആണ്. ഓപ്ഷൻ സി ഈസ് ദ റൈറ്റ് ആൻസർ. RRBക്ക് ചോദിച്ച ചോദ്യമാണ്. ഓപ്ഷൻ സി, ആന്റാസിഡ് ഈസ് ദ റൈറ്റ് ആൻസർ. അടുത്ത ചോദ്യം നോക്കാം, മെഡിസിൻ ദാറ്റ് സ്റ്റോപ്പ് ദ ഗ്രോത്ത് ഓഫ് ഡിസീസ് കോസിംഗ് മൈക്രോ ഓർഗാനിസംസ് ആർ കോൾഡ്? അതായത് മൈക്രോ ഓർഗാനിസത്തിനെ ഗ്രോത്തിനെ അല്ലെങ്കിൽ മൈക്രോ ഓർഗാനിസത്തിനെ മുഴുവനായിട്ട് നശിപ്പിച്ച് കളയുന്ന ഡ്രഗ്സിനെ നമ്മൾ ആന്റിബയോട്ടിക്സ് എന്നാണ് പറയുന്നത്. അപ്പോൾ ആന്റിബയോട്ടിക്സ്, ഓപ്ഷൻ ഡി ഈസ് ദ റൈറ്റ് ആൻസർ. ഇനി നമ്മൾ ബാക്ക് ടു ആന്റിപൈററ്റിക്സിലേക്ക് വരാം. ആന്റിപൈററ്റിക്സ് എന്ന് പറയുമ്പോൾ പൈറോ എന്നുള്ള വാക്ക് നിങ്ങൾ ശ്രദ്ധിക്കുക. പൈറോ എന്ന് പറയുമ്പോൾ ടെമ്പറേച്ചറുമായിട്ട് റിലേറ്റ് ചെയ്യുന്ന ഒരു വാക്കാണ് പൈറോ എന്ന് പറയുന്നത്. നിങ്ങൾ പൈറോമീറ്റർ എന്നൊക്കെ ഫിസിക്സിൽ കേട്ടിരിക്കുക. ഇപ്പോൾ ടെമ്പറേച്ചറുമായിട്ട് റിലേറ്റ് ചെയ്ത ഒരു വാക്കാണ് പൈറോ എന്നുള്ളത്. ആന്റിപൈററ്റിക്സ് എന്ന് പറയുമ്പോൾ നമ്മൾ ശരീരത്തിൻ്റെ താപനില, ബോഡി ടെമ്പറേച്ചർ കുറയ്ക്കാനായിട്ട് ഉപയോഗിക്കുന്ന ടൈപ്പ് ഓഫ് ഡ്രഗ്സിനെയാണ് നമ്മൾ ആന്റിപൈററ്റിക്സ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ നിത്യജീവിതത്തിൽ ഒരിക്കലെങ്കിലും നിങ്ങൾ കഴിച്ചിട്ടുള്ള ഒരു മരുന്നുണ്ടാവും. ഈ ശരീര താപനില കുറയ്ക്കാനായിട്ട് നിങ്ങൾ പനിയൊക്കെ വരുമ്പോൾ ഒരിക്കലെങ്കിലും കഴിച്ചിട്ടുള്ള വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു മരുന്നുണ്ട്. ആ മരുന്ന് അറിയാവുന്നവർ താഴെ കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ഇനിയും ഇതുപോലുള്ള കിടിലൻ ട്രിക്കുമായിട്ട് നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. ഇങ്ങനെയുള്ള സയൻസ് കോൺസെപ്റ്റുകൾ നമുക്ക് ഈസി ആയിട്ട് തന്നെ പഠിക്കാം. വീണ്ടും കണ്ടുമുട്ടാം. താങ്ക് യു.